രണ്ട് വിഷയങ്ങൾ ഈ വരുന്ന ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അതിലൊന്ന്, നാടും നഗരവും ഗ്രാമവും പട്ടണവും വീടും അയൽപ്പക്കവുമൊക്കെ തെരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത്. നമ്മൾ പറയുന്നത്, നമ്മൾ വായിക്കുന്നത്, നമ്മൾ കേൾക്കുന്നത്, ചർച്ച ചെയ്യുന്നത് ഒക്കെ തെരഞ്ഞെടുപ്പാണ്. അതൊരു ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും വലിയൊരു കാര്യമാണ്. രാജ്യമാര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് രാജ്യത്തുള്ള വോട്ടർമാരാണ്. ആ നിലയിൽ ഗൗരവപൂർവ്വം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന് ഞാൻ ഉണർത്തുകയാണ്. നമ്മളാരും അരാഷ്ട്രീയവാദികളായി മാറേണ്ടതില്ല. ആര് ഭരിച്ചാലും കണക്കല്ലേ എന്ന് ചോദിച്ചു മാറി നിൽക്കേണ്ടതുമല്ല. ജനാധിപത്യത്തിന് വില കൽപ്പിക്കുന്ന, മതേതരത്വ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന, പിന്നോക്ക വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും ഭരണഘടനാപരമായി ഉള്ള അവകാശങ്ങൾ നൽകുന്ന ആളുകൾ, പാർട്ടികൾ ജയിച്ചു വരണം. അത് ഓരോരുത്തർക്കും അന്വേഷിച്ചു മനസ്സിലാക്കാവുന്നതാണ്. എനിക്ക് പറയാനുള്ളത് അതിനേക്കാളേറെ, റമദാൻ കഴിഞ്ഞ ഉടനെയാണല്ലോ ഈ തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഒരേ നാട്ടുകാരായിരിക്കും, ഒരേ വീട്ടിലുള്ളവരുമായിരിക്കും, അയൽവാസികളായിരിക്കും, കുടുംബക്കാരായിരിക്കും. ഈ ആളുകൾക്കിടയിൽ നിലനിൽക്കുന്ന സൗഹൃദം, കുടുംബബന്ധം, അയൽപ്പക്കം ഇതൊക്കെ നിലനിർത്തിക്കൊണ്ടുള്ള പ്രചരണമാണ് നടത്തേണ്ടത്. കളവ് പറയാൻ പാടില്ല. അതുപോലെ തന്നെ പരദൂഷണം പാടില്ല. ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല. അത് വാഴ്കൊണ്ട് മാത്രമല്ല, നവമാധ്യമങ്ങൾ ഉപയോഗിച്ച് വ്യാജ ഐഡിയകൾ ഉണ്ടാക്കി ആളുകളെ മോശമാക്കുന്ന പ്രവർത്തനം അതും കുറ്റകരം തന്നെയാണ്. അത് ഗീബത്തിന്റെ എത്രയോ ഇരട്ടി കുറ്റമുണ്ടാകും. കാരണം ഒരാളോടൊരു ഇല്ലാത്തത് പറഞ്ഞാൽ അത് തെറ്റാന്ന് ബോധ്യപ്പെട്ട അയാളോട് പോയി പറഞ്ഞാൽ മതി, അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ്. ഇപ്പോഴും നമ്മൾ ഒരൊറ്റ ഫോർവേഡ് കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് മെസ്സേജുകൾ പോകുന്നത്. അതുകൊണ്ട് അത് അയച്ചയാൾ അയാൾക്ക് തെറ്റുപറ്റിയെന്ന് പിന്നെ ഒരു മെസ്സേജ് അയച്ചാലും അത് പ്രചരിച്ച സ്ഥലത്ത് എത്തിക്കൊള്ളണമെന്നില്ല. ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ശക്തമാകുന്ന സന്ദർഭങ്ങളിൽ പലർക്കും ഹലാലും ഹറാമും ഉണ്ടാവാറില്ല. നമസ്കാരം പോലും കൃത്യസമയത്ത് നമസ്കരിക്കാറില്ല. ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ വിട്ടുനിൽക്കണമെന്ന ബോധവും ഉണ്ടാവുന്നില്ല. അതൊക്കെ തന്നെ നമുക്ക് ഉപദ്രവകരമായി തീരും, അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കുവാൻ കാരണവുമാകും. അപ്പോൾ ഏറ്റവും വിലപ്പെട്ട ഒരു പ്രവർത്തനമെന്ന നിലക്ക് വളരെ മാന്യമായി ആയിരിക്കണം തെരഞ്ഞെടുപ്പും അതിന്റെ പ്രവർത്തനങ്ങളും എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം, നമ്മുടെ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ വരികയാണ്. പല ആളുകൾക്കും, ഉദ്യോഗസ്ഥന്മാർക്കും അധ്യാപകർക്കുമൊക്കെ വെക്കേഷൻ വരികയാണ്. വെക്കേഷൻ എന്താ? ഒരു ഒഴിവുകാലം. ഒഴിവുകാലം എന്തിനാ? കുറെ കാലം തുടർച്ചയായി ജോലി ചെയ്ത ആളുകൾക്ക് ഇടയ്ക്ക് ഒരു വിശ്രമമാണത്. ഇപ്പൊ ആഴ്ചയിൽ നൽകുന്ന ലീവ്, അല്ലെ മാസത്തിൽ നൽകുന്ന ലീവ്, അതുപോലെ വാർഷികമായ വരുന്ന ഈ ഒഴിവ് വിശ്രമകാലം തന്നെയാണ്. പലർക്കും അത് കഴിഞ്ഞിട്ടുള്ള കാലത്തേക്കുള്ള പ്രിപ്പറേഷനാണ്. ഇപ്പൊ അധ്യാപകർക്കും തൊഴിലാളികൾക്കും ഒക്കെയുള്ള ഒരുപാട് ട്രെയിനിങ് വരിക ഈ വെക്കേഷൻ കാലത്താണ്. ഈ സമയം നമ്മൾ എന്തിനുപയോഗപ്പെടുത്തുന്നു അതും നോക്കേണ്ടതാണ്. ഒരു ഹദീസിലുണ്ട്, അധികം ആളുകളും പരാജയപ്പെടുന്ന, അവർക്ക് നഷ്ടം സംഭവിക്കുന്ന രണ്ട് അനുഗ്രഹങ്ങളുണ്ടെന്ന. അത് അസ്ഹത്തു വൽ ഫറാഹു, ആരോഗ്യവും ഒഴിവു നേരവും. ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ രോഗത്തെക്കുറിച്ച് ആലോചിക്കൂല. ഞാൻ ആരോഗ്യവാനല്ലേ, എനിക്കെന്താ? ആ ആരോഗ്യം മുഴുവനും എന്നിട്ട് നല്ലതല്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. ഇവൻ നഷ്ടപ്പെട്ടവനാ. ആരോഗ്യമുള്ള സമയം എന്തെല്ലാം നല്ല കാര്യം ചെയ്യാമായിരുന്നു. അവനും അവന്റെ കുടുംബത്തിനും നാട്ടുകാർക്കും പാവങ്ങൾക്കും രോഗികൾക്കും ഒക്കെ എന്തെല്ലാം ചെയ്യാമായിരുന്നു. ആരോഗ്യം കൊണ്ട് ഒന്നും ചെയ്യാതെ രോഗം പിടിപെടുന്ന സമയത്താണ് ആലോചിക്കുക, എനിക്കിപ്പോൾ അസുഖമായല്ലോ, സുഖമായിരുന്ന കാലത്ത് ഞാനൊന്നും ചെയ്തില്ലല്ലോ. അതേപോലെ അടുത്ത കാര്യം വൽ ഫറാഹു, ഒഴിവ് സമയം, വെക്കേഷൻ, ലീവ് പീരീഡ്. ഒഴിവ് സമയം എന്നത് അധികം ആളുകൾക്കും നഷ്ടമാണെന്ന്. എന്താ? അത് ഉപയോഗപ്പെടുത്താത്തതുകൊണ്ട്. നിങ്ങളുടെ തൊഴിലിനാണ് വെക്കേഷനെങ്കിൽ, ക്ലാസുകൾക്കാണ് വെക്കേഷനെങ്കിൽ
ആ വെക്കേഷൻ ലീവ് കാലം നിങ്ങൾക്ക് വേറെ ചിലതിന് ഉപയോഗപ്പെടുത്താമല്ലോ. മക്കളെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കളായ നമ്മൾ ഈ സമയത്ത് അവർക്ക് ആനന്ദകരമായ നിലക്ക് അനുഭവിക്കുവാനും അതുപോലെ ആസ്വദിക്കുവാനും പറ്റിയ വിധത്തിൽ നല്ല കാര്യങ്ങൾ ലഭിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വെക്കേഷൻ കാലത്ത് നാം നൽകുന്ന മോറൽ ക്ലാസുകൾ, ഇസ്ലാമിക് സ്കൂളുകൾ, അല്ലെങ്കിൽ വെക്കേഷൻ മദ്രസകൾ എന്നൊക്കെ പറയുന്നത്. എല്ലാ നാട്ടിലും എല്ലാ മഹല്ലിലും ഉണ്ടാകും അങ്ങനെ ചില ക്രമീകരണങ്ങൾ. മദ്രസകളോ മുസ്ലിം മതസംഘടനകളോ സ്ഥാപനങ്ങളോ നടത്തുന്ന ചില പരിപാടി, ഒരാഴ്ചയാവാം, 10 ദിവസമാവാം, 2 ആഴ്ചയായും എത്ര ദിവസമാവട്ടെ, നമ്മുടെ മക്കളെ അവിടെ ചേർത്തി കൊടുത്താൽ ഒരു ദിവസം 2, 3, 4 മണിക്കൂർ സമയം അവർ ദീൻ പഠിക്കട്ടെ. അവരെ കുറ്റം പറഞ്ഞുകൂടാ. കാരണം എന്താണെന്നറിയാം, അവർക്ക് സമയമുണ്ടായിരുന്നില്ല. രാവിലെ മുതൽക്ക് സ്കൂളിലേക്കുള്ള യാത്രയാണ്, വൈകുന്നേരം വന്ന ട്യൂഷനാണ്, എല്ലാ ദിവസവും അവരവരുടെ പഠനത്തിലാണ്. ഒരു വലിയ നിലക്കാണ് അവർ അധ്വാനിക്കുന്നത് മക്കൾ. അവർക്ക് ഇപ്പൊ ഖുർആൻ ഓതാൻ അറിയോ, നമസ്കരിക്കാൻ അറിയോ, വുളു എടുക്കാൻ അറിയോ, അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും അറിയുമോ എന്ന് നാം പരിശോധിച്ചു നോക്കിയാൽ നമ്മുടെ മക്കൾ ഹൈസ്കൂളിലെത്തിയിട്ടുണ്ടാകും, കോളേജിലെത്തിയിട്ടുണ്ടാകും, ഇതൊന്നും ഉണ്ടാവില്ല. നമുക്കൊക്കെ അറിയാം, ഒരു 40 വയസ്സുവരെയൊക്കെ പ്രായമുള്ള ആളുകൾക്ക്, അതിന് മുകളിലോട്ടുള്ളവർക്ക് അവർക്ക് ഖുർആൻ ഓതാൻ അറിയാം, അവർ മദ്രസയിൽ പോയിരുന്നു, അവർക്ക് നിസ്കരിക്കാൻ അറിയാം, അവർക്ക് വുളു എടുക്കാൻ അറിയാം, അവർക്ക് ദീനിന്റെ അത്യാവശ്യ കാര്യങ്ങൾ അറിയാം. കാരണം അവർ മദ്രസയിൽ പോയി ചൊല്ലിപ്പഠിച്ചതാണ്. നമ്മുടെ മക്കൾക്ക് അതിന് പലർക്കും അവസരമില്ല. ഈ കുഞ്ഞുങ്ങൾ നാളെ പരലോകത്തെത്തുമ്പോൾ പഠിച്ചവനെ എന്റെ രക്ഷിതാക്കൾ ഇതൊന്നും എന്നെ പഠിപ്പിച്ചിട്ടില്ല, എന്നത് പഠിക്കാനുള്ള അവസരങ്ങൾ കൊണ്ടാക്കിയിട്ടില്ല എന്ന് നമ്മെക്കുറിച്ച് പരാതി പറഞ്ഞാൽ നമ്മളാണ് കഷ്ടപ്പെടുക. മക്കളാണ് നമ്മുടെ വലിയ സ്വത്ത്. മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നത്. ഇപ്പൊ 70, 80 വയസ്സായി ചില രക്ഷിതാക്കൾ പണിയെടുക്കുന്നത് അവരുടെ മക്കൾക്ക് വേണ്ടിയാണ്, ഇവർക്ക് വേണ്ടിയല്ല, അടുത്ത തലമുറക്ക് വേണ്ടിയാണ്. കഷ്ടപ്പെടുന്നത് അതിനു വേണ്ടിയാണ്. ഉമ്മമാർ ഉറക്കൊഴിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ അധ്വാനിക്കുന്ന രക്ഷിതാക്കൾ അധ്വാനിക്കുന്നത് കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ ദുനിയാവിലേക്കാണ്, ആഖിറത്തിലേക്ക് വേണ്ടി. എന്റെ മകൻ അല്ലെങ്കിൽ മകൾ ആഖിറത്തിൽ രക്ഷപ്പെടാൻ, സ്വർഗത്തിലെത്താൻ ഞാൻ എന്ത് ചെലവഴിച്ചു, ഞാൻ എന്ത് പ്രവർത്തനം ചെയ്തു, ഞാൻ അവർക്ക് എന്ത് ഉപദേശം നൽകി, ഏത് മാർഗത്തിലേക്ക് ചേർത്ത് കൊടുത്തു എന്നത് നമ്മൾ ആലോചിക്കണം. അപ്പോഴാണ് നമുക്ക് മക്കളോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മളിത് ചെയ്തത് എന്ന് നമുക്ക് സമാധാനിക്കാൻ സാധിക്കുക. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക. മക്കൾ പിന്നെ എന്താകുമെന്നൊന്നും പറയാൻ നമുക്ക് കഴിയില്ല. കാരണം ഒരാൾ വലുതായി, അയാൾ സ്വന്തം ചിന്തിക്കാനായി അവരുടെ വഴിക്ക് പോകും. പക്ഷെ അതിനുള്ള വഴി കാണിച്ചു കൊടുക്കാൻ, അതിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ, അവർക്കാവശ്യമായ സഹായം ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്, മക്കളോട് ചെയ്യാനുള്ള ബാധ്യതയാണ്. ആ ബാധ്യതാ നിർവഹണം എന്നിട്ട് ഈ വെക്കേഷൻ കാലത്തുള്ള അവരുടെ ജീവിതം ഫലപ്രദമാക്കാൻ നമ്മൾ ശ്രമിക്കണം. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ഇഷ്ടപ്പെട്ട ഹലാലായ വിനോദങ്ങൾ, ആസ്വാദനങ്ങൾ, അതൊക്കെ അതോടൊപ്പം നമ്മൾ അവർക്ക് നൽകുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.